ഹായ് ഹലോ ജസിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുസുതി ബിഗ് ബോസിലെ പുതിയ സീസണിലേക്ക് ഒരു അവസരം രേണുസുതിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രേണുവിന് അവിടെ അവസരം കിട്ടുമോ ഇല്ലയോ ഇതായിരുന്നു ആൾക്കാരുടെ ശ്രദ്ധ. പക്ഷെ കിട്ടി. ഇതൊക്കെ ഒരു ഭാഗ്യവും കൂടെ ആണല്ലോ അതിനകത്തൊരു എൻട്രി കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ രേണു അവിടെ പോയി രേണുവിന് പറ്റുന്ന വിധത്തിൽ രേണുവിൻ്റെ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു എപ്പിസോഡിൽ രേണു കുറച്ചധികം കരയുന്നതും കിച്ചുവിനെയും ഋതപ്പനെയൊക്കെ വിളിച്ച് കരയുന്ന ആ ഒരു രംഗം നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ എല്ലാവരും രേണു കരഞ്ഞത് അഭിനയമാണ് എന്ന് തന്നെയാണ് ഭൂരിഭാഗവും ആൾക്കാരുടെ കമൻറ്റും എല്ലാം ഞാൻ ഇങ്ങനെ കാണുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓർത്തു, അപ്പോൾ കരയുന്നത് എങ്ങനെയാണ് അഭിനയം? ആ സ്ത്രീ ഇവിടെ സോഷ്യൽ മീഡിയയിൽ അവർ ഒരുപാട് ടോർച്ചർ ഒക്കെ നേരിട്ടിട്ടാണ് അവർ ബിഗ് ബോസിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇവിടെ ഇപ്പോൾ സ്നേഹം കാണിച്ചില്ല എന്ന് ഇപ്പം എല്ലാവരെയും കാണിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് അറിയില്ല. അവരവിടെ ചെന്നപ്പോൾ അവർ കിച്ചുവിനെയും പിന്നെ ഋതപ്പനെയും ഒക്കെ അവർക്ക് മിസ് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് വിഷമങ്ങളും കൂടെ അനുഭവിച്ച് അവർ പോയത് കാരണം അവർ ഒരുപാട് മനസ്സിൽ ഭാരം അവർക്ക് ഉണ്ടായി കാണണം. അതായിരിക്കാം ഒരവസരം കിട്ടിയപ്പോൾ അവരത് കരഞ്ഞു തീർത്തത്. ഈ കരയുന്നത് അഭിനയമായിട്ടുള്ള കരച്ചിലായാലും അല്ലാതെ ആയാലും നമുക്ക് കണ്ടറിയാം. പിന്നെ അവർ കിച്ചുവിൻ്റെ പേര് ആയതുകൊണ്ടാണ് എല്ലാവരും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. ഇവിടെ ആയിരുന്നപ്പോൾ അത്ര സ്നേഹം ഇല്ല, അവിടെ ചെന്നപ്പോഴാണ് സ്നേഹം. എന്തോ അവർ പറഞ്ഞപ്പോൾ കിച്ചുവിൻ്റെ പേരും പറഞ്ഞു. അതെനിക്കറിയില്ല, അത് അവരുടെ സങ്കടം വിഷമം അങ്ങനെയായിരിക്കാം. പക്ഷെ അവർ കരഞ്ഞത് യഥാർത്ഥത്തിൽ അവർ മനസ്സ് നൊന്തൊക്കെ തന്നെയാണ്. അവർക്ക് പല പല വിഷമങ്ങളെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ഒന്ന് പൊട്ടി കരഞ്ഞു പോയി. അപ്പം ഒരു മനുഷ്യൻ അഭിനയിച്ചാണോ അല്ലാതെയാണോ കരയുന്നതെന്ന് വെച്ചാൽ അക്കയാണെങ്കിൽ നമുക്ക് ചൂഴ്ന്നു നോക്കാം. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സ് എന്ന് നമുക്ക് ചൂഴ്ന്നു നോക്കാൻ പറ്റും. അവർക്ക് സങ്കടം വന്നു അവർ കരഞ്ഞു. എന്തായാലും രേണുവിൻ്റെ മികച്ച പ്രകടനങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അവർ ടോപ്പ് 5 വരുമോ അതോ കപ്പ് നേടുമോ, അകത്ത് നിൽക്കുമോ, പുറത്തു പോവുമോ, ഇതൊക്കെ കാണാനും എല്ലാവരെ പോലെ ഞാനും ആകാംക്ഷ വരികയാണ്. അപ്പം വരും ദിവസങ്ങളിൽ രേണുവിൻ്റെ കൂടുതൽ പ്രകടനങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.